ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പാർക്കിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിച്ച സുഹൃത്തുക്കളായ 2 കോളേജ് അധ്യാപകരുടെ സംസാര വിഷയം പെട്ടെന്ന് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെയായി. ഉയർന്ന വിദ്യാഭ്യാസമുണ്ടായിരുന്ന 2 പേരും അവരുടെ കഴിവുകളിൽ നിന്നുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ നഷ്ടമായ മൂല്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതിനിടയിൽ ആ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, ഒരാപ്പിൾ അമ്മയ്ക്കിതാ. ഒരാപ്പിൾ കഴിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് മറ്റേ കയ്യിലിരുന്ന ആപ്പിളും എടുത്ത് കടിച്ചു. ഇത് കണ്ട ആ സുഹൃത്തുക്കളിൽ ഒരാൾ പറയുകയാണ്, കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പങ്കുവയ്ക്കലിനെ കുറിച്ചോ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. പക്ഷേ അമ്മേ, ഇതിനാണ് മധുരം കൂടുതൽ എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് 2ാമത് കടിച്ച ആപ്പിൾ അമ്മയ്ക്ക് കൊടുത്തു. കുഞ്ഞ് 2 ആപ്പിളും കടിച്ചത് അമ്മയ്ക്ക് കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നല്ലത് അമ്മയ്ക്ക് കൊടുക്കാൻ ആണെന്നറിഞ്ഞ അദ്ദേഹം സുഹൃത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോയി. ഇന്ന് പലരുടെയും കാഴ്ചപ്പാടുകൾ ഇതുപോലെ യാഥാർത്ഥ്യത്തെ കാണാൻ കഴിയാതെ മങ്ങൽ നിറഞ്ഞതായിരിക്കുന്നു. താടിയും മുടിയും നീട്ടി വളർത്തുന്നവർ ലഹരിക്കടിമകളാണെന്നും ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും പരസ്പരം സംസാരിച്ചാൽ പ്രണയമാണെന്നും പണമുണ്ടാക്കുക എന്നതാണ് ജീവിത ലക്ഷ്യമെന്നും കണ്ടെത്തുന്ന നമ്മുടെ കണ്ണുകൾ യഥാർത്ഥത്തിൽ കാഴ്ച നിറഞ്ഞതാണോ? നമുക്ക് നല്ല കാഴ്ചയുണ്ട്, പക്ഷെ കാഴ്ചപ്പാടുകൾ കുറവാണെന്ന് തോന്നുന്നു. എന്തിനും ഏതിനും കുറ്റവും കുറവും മാത്രം കണ്ടുപിടിക്കുന്നവരുടെ കാഴ്ചയ്ക്കാണോ പ്രശ്നം, അതോ കാഴ്ചപ്പാടിനാണോ? അവനവൻ്റെ കാഴ്ചപ്പാട് നല്ലതാണെങ്കിൽ കാണുന്ന കാഴ്ചകളെല്ലാം നല്ലതായി അനുഭവപ്പെടും. കാഴ്ചപ്പാട് മോശമാണെങ്കിൽ കാണുന്നത് എന്തും മോശമായിരിക്കും. കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കുറവുകൾ കണ്ടുപിടിക്കുന്ന പരീശന്മാരോട് കർത്താവിൻ്റെ മറുപടി ഇതായിരുന്നു, നിങ്ങൾ കുരുടർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 9:41. കണ്ണുണ്ടായാൽ പോരാ, കാണണം. കാണേണ്ടതുപോലെ കാണണം. കാണേണ്ടത് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെയാകട്ടെ. അപ്പോൾ വേശ്യയിൽ ഇനി മുതൽ പാപം ചെയ്യാത്തവളെ കണ്ടെത്താൻ കഴിയും. ചുങ്കക്കാരനിൽ സമ്പത്തെല്ലാം മടക്കി കൊടുക്കുന്ന അനുതാപക്കാരനെ കണ്ടെത്താം. കണ്ണുനീരിൽ കാൽ കഴുകിയവൾക്ക് ഉദ്ധാന കാഴ്ചകൾ പകർന്നു കൊടുക്കാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.